ബാബുൽ ഇസ്തിഖാറ വൽ മുഷാവറ. ഇസ്തിഖാറത്തിന്റെയും മുഷാവറത്തിന്റെയും അധ്യായം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതൊരു സംശയം, ഒരു തറദ്ദുദ്, വേണോ വേണ്ടയോ എന്നുള്ള ആശങ്കയുണ്ടാകുമ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇസ്തിഖാറത്തും മുഷാവറത്തും. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് ഖൈറാകുമോ ഷർറാകുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഖൈറാകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതാണ് ഇസ്തിഖാറത്ത്. മുഷാവറത്ത് എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമുക്ക് ഖൈറാകുമോ ഷർറാകുമോ എന്ന കാര്യത്തിൽ മറ്റുള്ള വ്യക്തികളോട്, ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളോട്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെപ്പറ്റി അറിയുന്നവരോട് കൂടി ആലോചിക്കുക, അതാണ് മുഷാവറത്ത്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ആല ഇംറാനിൽ വശാവിർഹും ഫിൽ അംരി ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഷാവറത്തും ഇസ്തിഖാറത്തുമാണ്. വശാവിർഹും ഫിൽ അംർ എന്ന് പറഞ്ഞാൽ അവരോട് കാര്യങ്ങളെപ്പറ്റി കൂടി ആലോചിക്കുക, സഹാബത്തിനോട് ഷൂറ നടത്തുക എന്ന് പറഞ്ഞു. ഫൈദ അസംത എന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുക. ആ തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിഖാറത്താണ് എന്ന് ചില അഹ്ലുൽ ഇൽം പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഷൂറ ചെയ്യാൻ വേണ്ടി, കൂടി ആലോചിക്കാൻ വേണ്ടി അല്ലാഹു തആല വ്യക്തമായി കൽപ്പിച്ചിട്ടുണ്ട് ഈ ആയത്തിൽ കണ്ടതുപോലെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി സൂറത്ത് ഷൂറയിൽ അല്ലാഹു തആല പറഞ്ഞു വ അംറുഹും ഷൂറ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്യുക. ഇതൊരു മുഅ്മിന്റെ സ്വഭാവമാണ്. ഒറ്റക്ക് തനിക്ക് തോന്നിയ കാര്യം അത് തന്നെ ശരി എന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ശരിയായ സ്വഭാവമല്ല. ഒരുപക്ഷെ നമ്മെക്കാൾ അറിവ് കുറഞ്ഞ, അനുഭവം കുറഞ്ഞ ആളുകളായിരിക്കും നമുക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനോട് കൂടി ആലോചിക്കാൻ പറഞ്ഞതിൽ എന്ത് മനസ്സിലാക്കാം? ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ആളുകളോടും ഷൂറ നടത്താം. നമുക്കറിയാം സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ദർജ കുറഞ്ഞവരാണ്, അതിൽ സംശയമില്ല. മറ്റെല്ലാ മനുഷ്യരെക്കാളും ദർജ കൂടിയവരാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപേക്ഷിച്ച് അവര് താഴ്ന്നവരാണ്. എന്നിട്ടും വശാവിർഹും, അവരോട് നീ കൂടി ആലോചിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അബുൽ അസ്വദ് അദ്ദുഅലി റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന താബിഈ, അദ്ദേഹം പറഞ്ഞ ഒരു ബൈത്ത് കാണാം. വമാ കുല്ലു ദീ ലുബ്ബിൻ ബിമുഅ്തീക നുസ്ഹഹു, ബുദ്ധിയുള്ള എല്ലാവരും നിന്നോട് നസീഹത്ത് പുലർത്തി നിനക്ക് ഉപദേശങ്ങൾ നൽകിയെന്ന് വരില്ല. വമാ കുല്ലു മുഅ്തിൻ നുസ്ഹഹു ബിലബീബി, ഉപദേശിക്കുന്ന എല്ലാവരും ബുദ്ധിയുള്ളവരായിക്കൊള്ളണമെന്നില്ല. വലാകിൻ ഇദസ്തജ്മഅ ഫീ സാഹിബിൻ ഫഹഖ്ഖുൻ ലഹു മിൻ ത്വാഅത്തിൻ ബിനസീബി, ഇത് രണ്ടും ഒരാൾക്കുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ട് അതുപോലെ ഉപദേശിക്കാൻ തയ്യാറാണ്, അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാൽ അവൻ നിർബന്ധമായും അനുസരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒരു അർഹനായ യോഗ്യനായ ആളോട് ഷൂറ ചെയ്യുക, ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ആ കാര്യം ഹൈറാകാനുള്ള ഒരു സബബാണ്. അതുപോലെ തന്നെ ഇസ്തിഖാറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യം അത് ഹൈറാകണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അതാണ് ഇസ്തിഖാറത്ത്. നമുക്കറിയാം, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഖാറത്തിന്റെ ദുആ ചെയ്യാൻ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് അടുത്തതായി ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? ഷൂറയാണോ ഇസ്തിഖാറത്താണോ ആദ്യം ചെയ്യേണ്ടത്? പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു ആദ്യം ഷൂറ ചെയ്ത് ഒരു തീരുമാനമെടുത്തതിന് ശേഷം പിന്നീട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് നേരെ തിരിച്ചാണ് പറഞ്ഞത്. ആദ്യം ഇസ്തിഖാറ നമസ്കരിച്ചിട്ടാണ് ദുആ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു മസ്അല, ഏത് വിഷയത്തിലാണ് ഇസ്തിഖാറയും ഇസ്തിശാറയും ഒക്കെ ചെയ്യേണ്ടത്? നല്ലതാകുമോ അല്ലെങ്കിൽ ഇത് ദോഷമാകുമോ എന്ന് തറദ്ദുദ്, സംശയമുള്ള വിഷയങ്ങൾ മാത്രമാണ്. ഇത് മസ്ലഹത്താണ്, നന്മയാണ് എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ ഷൂറയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇസ്തിഖാറയുടെ ആവശ്യമില്ല. 5 നേരം നമസ്കരിക്കണോ, റമദാനിൽ നോമ്പ് നിൽക്കണോ എന്നൊന്നും കൂടി ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തിന്മയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിലും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന അൽ-ഇസ്തിഖാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്തിഖാറത്ത് പഠിപ്പിച്ചു തരുമായിരുന്നു. ഇസ്തിഖാറ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തൊലബുൽ ഖൈർ, ഖൈർ തേടുക എന്നാണ്. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും, അതായത് ഹലാലായ കാര്യങ്ങളിൽ, നേരത്തെ പറഞ്ഞ പോലെ ഫർളും സുന്നത്തുമായ കാര്യങ്ങളല്ല, ഹലാലായ എല്ലാ കാര്യങ്ങളിലും. ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയമുള്ള കാര്യങ്ങളിൽ, ഇത് ചെയ്താൽ എനിക്ക് ഗുണമാകുമോ ദോഷമാകുമോ എന്ന സംശയമുള്ള കാര്യങ്ങളിൽ. കസൂറത്തി മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഇസ്തിഖാറ എന്ന് പറയുന്നത്. യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചിന്തിച്ചാൽ, ഫല്യർക റക്അതൈനി മിൻ ഗൈരിൽ ഫരീദ, ഫർളല്ലാത്ത 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പോൾ ഫർള് നമസ്കാരം പോരാ ഇസ്തിഖാറക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫജ്ർ കഴിഞ്ഞിട്ട്
ഇസ്തിഖാറയുടെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ثم ليقل, എന്നിട്ട് അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്, അല്ലാഹുവേ നിന്റെ ഇൽമു കൊണ്ട് ഞാൻ ഖൈർ തേടുന്നു. കാരണം അല്ലാഹുവിനാണ് അറിയുക ഓരോ കാര്യവും ആത്യന്തികമായി എന്തായിരിക്കുമെന്ന്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അക്സറു മസാലിഹിൽ ഇബാദി ഫീ മക്റൂഹാതിഹിം, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ അധികവും അവന് വെറുപ്പായിരിക്കും. ഇത് അനുഭവത്തിലൂടെ തെളിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് ആത്യന്തികമായി ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ അവൻ അധികവും വെറുപ്പായിരിക്കും. നമ്മൾ ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതത്തെ അനുഭവങ്ങൾ ആലോചിച്ചാൽ മതി. ചെറിയ കുട്ടികൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരിക്കും മദ്രസയിൽ പോകുന്നത്, അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും കുറച്ച് പ്രായം കഴിഞ്ഞാൽ അതാത് പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മാറും. അതൊക്കെ പിന്നീട് അടുത്ത പ്രായത്തിലെത്തുമ്പോൾ, അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് തെറ്റായിരുന്നു എന്നാണ് അധികവും ബോധ്യപ്പെടാറുള്ളത്. അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക, ഉപകാരമുള്ള കാര്യം കണ്ടെത്തി അതിൽ താല്പര്യം കാണിക്കുക. കാരണം അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അധിക മനുഷ്യരും അധികവും ഇഷ്ടപ്പെടുന്നത് അവർക്ക് അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ആയിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്, അല്ലാഹുവേ നിന്റെ ഈ പരിപൂർണമായ ഇൽമ്, ആത്യന്തികമായ അന്തിമമായ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതുകൊണ്ട് ഞാൻ തേടുകയാണ്. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക്, നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ സഹായം തേടുകയാണ്. കാരണം ഒരു കാര്യം ഖൈറാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ് വേണം, അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം, നിന്റെ അതിവിശാലമായ ഫദ്ൽ, ഔദാര്യം ഞാൻ ചോദിക്കുകയാണ്. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. വതഅലമു വലാ അഅലം, നീ അറിവുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യം അറിയുന്നവനാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൽ ലി, അല്ലാഹുവേ ഈ കാര്യം എനിക്ക് ഖൈറാണ് എന്നാണ് നീ അറിഞ്ഞിട്ടുള്ളതെങ്കിൽ, അല്ലാഹുവിന്റെ അറിവിൽ ഈ കാര്യം ഖൈറാണെങ്കിൽ, ഫി ദീനി വ മആശി വ ആഖിബതി അംരി, ഖൈർ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ മാത്രമല്ല, ഫിദീനി ആദ്യമായിട്ട് എന്റെ ദീനിന്റെ കാര്യത്തിൽ അല്ലെ. ചിലപ്പോ ദുന്യവിയായിട്ട് അത് ഖൈറായിരിക്കും, പക്ഷെ ദീനിയായിട്ടാണ് ഇത് ഖൈറാവേണ്ടത്. അതാണ് ഒന്നാമത് പറഞ്ഞത്. വ മആശി, എന്റെ ദുനിയാവിലും, വ ആഖിബതി അംരി, അതുപോലെ എന്റെ അന്തിമമായ അവസ്ഥയിൽ, എന്റെ കാര്യങ്ങളുടെ ഒടുക്കം, അവസാനം, അത് നിശ്ചയിക്കുന്ന കാര്യത്തിൽ, അതിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഈ വിഷയം ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഖൈറാണെങ്കിൽ ഫഖ്ദുർഹു ലി വയസ്സിർഹു ലി, ഈ കാര്യം എനിക്ക് നീ വിധിക്കണം, എളുപ്പമാക്കി തരണം. ഇപ്പോ ഷെയ്ഖ് ഇബ്നുൽ ബാസ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്, 3 കച്ചവടങ്ങൾ, ഇതിൽ ഏതാ തുടങ്ങേണ്ടതെന്നാണ് സംശയമെങ്കിൽ 3ഉം എടുത്തു പറഞ്ഞിട്ട് ഈ കാര്യം അല്ലെങ്കിൽ ഇന്നത് അല്ലെങ്കിൽ ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 3ഉം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തിരക്കില്ല. വഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലി, ഇനി ഇക്കാര്യം എനിക്ക് ഷർറാണ് എന്നാണ് അല്ലാഹുവേ നിന്റെ ഇൽമിലുള്ളതെങ്കിൽ, ഫി ദീനി വ മആശി വ ആഖിബതി അംരി, എന്റെ ദീനിലും എന്റെ ഭൗതിക ജീവിതത്തിലും അതുപോലെ എന്റെ പരിണത ഫലത്തിലും അന്തിമമായ അവസ്ഥയിലും ഒക്കെ ഈ കാര്യം ഷർറാണെങ്കിൽ, ഫസ്രിഫ്ഹു അന്നി, എന്നിൽ നിന്ന് നീ അത് അകറ്റിത്തരണേ. വസ്രിഫ്നി അൻഹു, അതിൽ നിന്ന് എന്നെയും അകറ്റണേ, അതാണ് പൂർണ്ണമായിട്ട് ഇതെന്ന് ഒഴിവാക്കി തരണേ. വഖ്ദുർ ലി അൽ ഖൈറ ഹൈസു കാന, അതോടൊപ്പം നിരാശയല്ല. ഒരു കാര്യം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അപ്പൊ ഇത് ഷർറാണെങ്കിൽ അകറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് അകറ്റിയിട്ട് പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. ഫഖ്ദുർ ലി അൽ ഖൈർ, എനിക്ക് നീ ഖൈർ വിധിക്കണേ, ഹൈസു കാന, എവിടെയാണെങ്കിലും. സുമ്മ അർദിനി ബിഹി, എന്നിട്ട് അത് എനിക്ക് തൃപ്തി തരണേ. ഇതാണ് ഈ ദുആ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നതാണ്. കാരണം നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അതിലൊക്കെ നമുക്ക് ഖൈറുണ്ടാകാൻ ഈ ദുആ ചെയ്താൽ അത് കാരണമാകും. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇത് പ്രാർത്ഥിക്കുന്നത് സുന്നത്താണ്. അടുത്ത അധ്യായം, ബാബു ഇസ്തിഹ്ബാബി ദഹാബി ഇലൽ ഈദ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്തിട്ട് നമുക്ക് പിന്നീട് വലിയ ദോഷമായി വരാറുണ്ട്. ഈ ദുആ ഒന്നും നമ്മൾ ചെയ്യാത്തത് അതിന്റെ ഒരു കാരണമായിരിക്കും. ഇപ്പൊ കുടുംബജീവിതത്തിലാണെങ്കിലും, വിവാഹം കഴിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഷൂറൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാകും, മറ്റു ഭൗതികമായ സബബുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിനേക്കാൾ വലുതാണ് ഇസ്തിഖാറ, അള്ളാഹുവിനോട് ഖൈർ ചോദിക്കുക എന്നുള്ളത്. അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ബാബു ഇസ്തിഹ്ബാബി ദഹാബി ഇലൽ ഈദി വ ഇയാദത്തിൽ മരീദ്. ചില പണ്ഡിതന്മാര് സുഹൃത്തുക്കളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പോലും, ഒരാളുടെ കൂടെ ഇരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും ഇത് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.